ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ കൈയഴിച്ച് പിന്തുണച്ച ഒരു രാജ്യം. നമ്മുടെ POK വിഷയത്തിൽ, അതായത് പാക് അധീന കശ്മീർ വിഷയത്തിൽ നമുക്കെതിരെ നിന്ന രാജ്യം. ഈ രാജ്യത്തിനെ നമ്മൾ കൃത്യമായി ഡീൽ ചെയ്ത് അടികൊടുത്ത് ഷെഡിൽ കയറ്റിയതിനു ശേഷം ഈ രാജ്യം ഇപ്പോഴിതാ ഇന്ത്യയുടെ സൗഹൃദത്തിനായി കൈ നീട്ടി വന്നിരിക്കുകയാണ്. ഇതൊരു വലിയ യുഗത്തിന്റെ തുടക്കമാണ് എന്നാണ് ഈ രാജ്യം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൂടെ തന്നെ, ഈ മാധ്യമത്തിൽ കൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം വിഷം വമിപ്പിക്കുന്ന രാജ്യമാണ് നമുക്കെതിരെ എന്നുള്ളത്. തുർക്കിയുടെ കൂടെ ചേർന്ന് നിന്ന് അസർബൈജാൻ നിരന്തരം അർമേനിയയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അർമേനിയ എന്താണ് ചെയ്തത്? അർമേനിയയ്ക്ക് ആയുധങ്ങളില്ലായിരുന്നു. അസർബൈജാനിൽ പ്രസിഷൻ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുന്ന ആയുധങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അർമേനിയ വലിയ രീതിയിൽ വിഷമിച്ചിരുന്നു. സൈപ്രസ് വലിയ രീതിയിൽ വിഷമിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ അർമേനിയയെ നോട്ടമിടുന്നത്. അർമേനിയയിൽ ഇന്ത്യക്ക് സ്വാധീനമുണ്ടായി കഴിഞ്ഞാൽ തുർക്കിയും അസർബൈജാനെയും വരച്ച വരയിൽ നിർത്താൻ കഴിയുമെന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം. അർമേനിയയ്ക്ക് ഇന്ത്യ ആയുധങ്ങൾ നൽകി, ബ്രഹ്മോസ് നൽകി, പിനാക മിസൈലുകൾ നൽകി, പല കാര്യങ്ങളും നൽകി, ഡ്രോണുകൾ നൽകി, അങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യ അർമേനിയയ്ക്ക് നൽകി. ഒടുവിൽ അസർബൈജാനെ അർമേനിയ വളരെ ഭീകരമായ ആക്രമണം നടത്തി കീഴ്പ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഇത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ അസർബൈജാൻ ഇന്ത്യക്ക് പിറകെ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. വളരെ കാലത്തിന് ശേഷം ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട്. 2025 പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് അസർബൈജാൻ ഇന്ത്യ പരസ്യമായി വിമർശിച്ചു. ഈ സംഭവത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി. ഇന്ത്യയിൽ അസർബൈജാൻ ബഹിഷ്കരിക്കാനുള്ള പ്രചാരണവും തുടർന്നു. എന്നിരുന്നാലും അടുത്തിടെ ബാക്കുവിൽ നടന്ന ഉന്നതതല നയതന്ത്ര യോഗത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഇപ്പോൾ തങ്ങളുടെ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപനത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പുതിയ തുടക്കത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം മാനുഷിക സഹായമായി കണക്കാക്കപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന 200-ലധികം ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിൽ അസർബൈജാൻ ഇന്ത്യയെ സഹായിക്കാമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ പ്രീതി പിടിച്ചു പറ്റാൻ അസർബൈജാൻ വന്നതുകൊണ്ട് തന്നെ ഇന്ത്യ അസർബൈജാന് ഒരു ചാൻസ് കൂടെ കൊടുക്കുകയാണ്. അസർബൈജാൻ തങ്ങളുടെ കര അതിർത്തി തുറക്കുകയും ഇന്ത്യക്കാർക്ക് കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്തു. അതിന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അന്ന് നന്ദിയും പറഞ്ഞിരുന്നു. വർഷങ്ങളുടെ സംഘർഷത്തിന് ശേഷം സംഭാഷണത്തിനുള്ള വാതിൽ തുറന്ന ഒരു സദ്ഭാവ നടപടിയായിട്ടാണ് ഇതിനെ ഇന്ത്യ കാണുന്നതും കണക്കാക്കുന്നതും. എന്തായാലും വ്യാപാരം, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജും അസർബൈജാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നാഗർനോ കറാബക് സംഘർഷത്തിൽ ഇന്ത്യ അർമേനിയയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അസർബൈജാൻ കരുതിയിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പിറകെ അസർബൈജാൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.